ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ഇത് ചിലക്കാത്ത. പാട്ട് പാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തെറിക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണെ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടെന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? പെണ്ണെ ഇങ്ങനെ ഇറങ്ങിയ അതില് മാവില്ലാന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് അത് കേക്കാട്ടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തിയല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവോ, കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? വൃത്തിയിട്ടവനെ പച്ച മഞ്ഞ കളർഫുൾ കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചിനി? ഏയ്, ഓ കപ്പലണ്ടി. അയ്യയ്യേ, നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ? അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്ത എടുക്കാമല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടില്ല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപയില്ല, അതും എടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് തേച്ച്. എന്തേ ഫെയർ ആൻഡ് ലവ്ലി? നീയൊക്കെ വിളിക്കണമെങ്കിൽ വല്ല കുമ്മായ ചോളേക്കറി കിടക്കടാ. അതും ഞാൻ പരീക്ഷിച്ചു നോക്കി. വിശന്നിട്ട് കുടല് കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണമാ. വിശന്നിരിക്കുമ്പോ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ. ശരിക്കും ദോശയുടെ മണോ ഇത്? ദോശ ദോശ, ചൂട് ദോശ. തരാവടി, ആക്രാന്തം കാണിക്കാതെ. അതെ, പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. തട്ടുദോശയാ? അതാ ഇത്രയും നല്ല സ്മെല്ല്. ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ, തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്നത് തന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. കഷ്ടം. ചേട്ടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ, വൃത്തികെട്ടവൻ തെണ്ടി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. വന്ന് വന്നിപ്പം ബൈനാക്കുലർ വെച്ചാ നോട്ടം. മുറിയിൽ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥോട് പറയാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. ഏയ്, അതൊന്നും വേണ്ട. 2 പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഇല്ലേ? ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾ വീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. എടാ, തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിശന്നിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നീ കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇന്നാ പിടിച്ചോ.